ഫ്രീഡം വേൾഡ്. നമ്മുടെ ഈ ലോകത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും അവരുടേതായ ഓരോ വാഹനങ്ങൾ ഉണ്ടായിരിക്കും. സൈക്കിൾ, സ്കൂട്ടർ, കാർ, അങ്ങനെ അവരുടെ ഇഷ്ടപ്പെട്ട വാഹനങ്ങൾ. ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഹിന്ദു ദൈവങ്ങൾക്കും ഇതുപോലെ അവർക്ക് ഇഷ്ടപ്പെട്ട വാഹനങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്നാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്പർ 90, ലോർഡ് കാമദേവ. കാമദേവന്റെ വാഹനമായി വരുന്നത് തത്തയാണ്. ഇദ്ദേഹം സ്നേഹത്തിന്റെയും ആനന്ദത്തിന്റെയും സൗന്ദര്യത്തിന്റെയും വ്യക്തിത്വത്തിന്റെയും ആൾരൂപമായാണ് കണക്കാക്കപ്പെടുന്നത്. ഹിന്ദുമതത്തിലും ജൈനമതത്തിലും ഇദ്ദേഹത്തെ പരക്കെ ആരാധിക്കപ്പെടുന്നു. നമ്പർ 80, ലോർഡ് കൽക്കി. ദേവദത്തൻ എന്ന വെളുത്ത കുതിരപ്പുറത്ത് യാത്ര ചെയ്യുന്നതായും അഗ്നിജ്വാലയുള്ള വാൾ ഏന്തിയതായും അദ്ദേഹത്തെ വിവരിക്കുന്നു. ടിബറ്റൻ ബുദ്ധമതത്തിലെ കാലചക്രതന്ത്രം, സിഖ് ഗ്രന്ഥങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള മറ്റു പാരമ്പര്യങ്ങളിലും ഇത് നമുക്ക് കാണാൻ സാധിക്കും. നമ്പർ 70, ലോർഡ് അയ്യപ്പ. ശ്രീ അയ്യപ്പന്റെ വാഹനം കുതിരയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ വാജി വാഹനൻ എന്ന് വിളിക്കുന്നത്. പുലിപ്പാൽ കൊണ്ടുവരാൻ പോകുമ്പോൾ അദ്ദേഹം പുലിയെ വാഹനമാക്കി ഉപയോഗിച്ചുവെന്നത് ഒരു ഐതിഹ്യം മാത്രമാണ്. നമ്പർ 16, ലോർഡ് കാർത്തികേയ. ശ്രീ കാർത്തികേയന്റെ വാഹനമായി വരുന്നത് മയിലാണ്. ഈ മയിൽ അഹങ്കാരത്തെയും ആഗ്രഹങ്ങളെയും സൂചിപ്പിക്കുന്ന സർപ്പത്തെ കാലുകൾ കൊണ്ട് അമർത്തിപ്പിടിക്കുന്നതായിട്ടാണ് ചിത്രങ്ങളിലൊക്കെ കാണിക്കുന്നത്. നമ്പർ 50, ലോർഡ് അഗ്നി. അഗ്നിദേവന്റെ വാഹനം ആടാണ്. തെക്കുകിഴക്കൻ ദിശയുടെ കാവൽ ദേവത എന്ന നിലയിൽ അദ്ദേഹം സാധാരണയായി ഹിന്ദു ക്ഷേത്രങ്ങളുടെ തെക്കുകിഴക്കൻ മൂലകളിൽ കാണപ്പെടുന്നു. വേദങ്ങളിൽ ഇന്ദ്രനും സോമനുമൊപ്പം അഗ്നി ഒരു പ്രധാന ദൈവമാണ്. നമ്പർ 40, ഗോഡസ് ലക്ഷ്മി. ഹിന്ദുമതത്തിൽ ഐശ്വര്യത്തിന്റെയും സമ്പത്തിന്റെയും ദേവതയായ ലക്ഷ്മി ദേവിയുടെ വാഹനം മൂങ്ങയാണ്. സമ്പത്ത് കൈകാര്യം ചെയ്യുമ്പോൾ വേണ്ട ജാഗ്രത, അന്ധകാരത്തിലും കാണാനുള്ള കഴിവ്, ജ്ഞാനം എന്നിവയാണ് മൂങ്ങ പ്രതീകപ്പെടുത്തുന്നത്. നമ്പർ 30, ഗോഡസ് ദുർഗ. ദുർഗയുടെ വാഹനം ഒരു സിംഹമാണ്. അവരുടെ സിംഹം അവരുടെ വാഹനമാർഗമായും അവരുടെ നിരവധി ആയുധങ്ങളിൽ ഒന്നായും പ്രവർത്തിക്കുന്നു. സാധാരണയായി വിവിധ ദേവന്മാരുടെ ആയുധങ്ങൾ വഹിക്കുന്ന 10 കൈകളുമായാണ് ദേവിയെ കാണിക്കുന്നത്. നമ്പർ 12, ലോർഡ് ചന്ദ്ര. ഹിന്ദു പുരാണം അനുസരിച്ച് ചന്ദ്രന്റെ വാഹനം മാനാണ്. ചില പുരാണങ്ങളിൽ 10 വെളുത്ത കുതിരകൾ വലിക്കുന്ന രഥത്തിലാണ് ചന്ദ്രൻ സഞ്ചരിക്കുന്നത് എന്നും പറയുന്നുണ്ട്. രാത്രി, സസ്യങ്ങൾ, സസ്യജാലങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ടാണ് ഈ ദേവനെ ആരാധിക്കുന്നത്. നമ്പർ 11, ലോർഡ് ഗണേശ. ഗണപതിയുടെ വാഹനമായി അറിയപ്പെടുന്നത് എലിയെയാണ്. ഹൈന്ദവ ഐതിഹ്യങ്ങൾ പ്രകാരം ഈ വാഹനം ബുദ്ധിയുടെയും സമർപ്പണത്തിന്റെയും പ്രതീകമാണ്. ഗണേശന്റെ എലി ക്രൗഞ്ചൻ എന്ന സ്വർഗീയ ആത്മാവായിരുന്നുവെന്ന് പറയപ്പെടുന്നു. നമ്പർ 10, ലോർഡ് യമ. കറുത്ത പോത്ത് അഥവാ എരുമയാണ് യമന്റെ വാഹനം. തെക്ക് ദിക്കിന്റെ അധിപനായ യമൻ മരണശേഷം ആത്മാക്കളെ കൊണ്ടുപോകുന്നത് ഈ വാഹനത്തിലാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. കാലൻ എന്നും ധർമ്മരാജൻ എന്നും ഈ ദേവൻ അറിയപ്പെടുന്നു. നമ്പർ 9, ലോർഡ് ഇന്ദ്ര. ഇന്ദ്രന്റെ വാഹനം ഐരാവതം എന്ന വെള്ളയാനയാണ്. ഇന്ദ്രന്റെ തേര് വൈജയന്തം എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ആയുധം വജ്രായുധവുമാണ്. ഹിന്ദുമതത്തിലെ ഒരു പുരാതന വേദ ദൈവമാണ് ഇന്ദ്രൻ. നമ്പർ 8, ലോർഡ് ബ്രഹ്മ. ഹിന്ദു പുരാണങ്ങളിൽ ബ്രഹ്മാവിന്റെ യാത്രയ്ക്കായി ഉപയോഗിക്കുന്ന പുണ്യപക്ഷിയാണ് ഹംസം അഥവാ അരയന്ന. ഈ വാഹനം നല്ലതും ചീത്തയുമായ കാര്യങ്ങളെ വേർതിരിച്ചറിയാനുള്ള കഴിവിനെയാണ് സൂചിപ്പിക്കുന്നത്. സൃഷ്ടികർമ്മങ്ങളിൽ ഒരാളാണ് ബ്രഹ്മാവ്. നമ്പർ 7, ഗോഡസ് സരസ്വതി. സരസ്വതി ദേവിയുടെ വാഹനം അന്നപക്ഷിയാണ്. ഇത് വിവേകത്തിന്റെ പ്രതീകമാണെന്ന് കരുതപ്പെടുന്നു. പാലിൽ നിന്ന് വെള്ളം വേർതിരിക്കാൻ അന്നപക്ഷിക്ക് കഴിയുമെന്നൊരു വിശ്വാസവുമുണ്ട്. അതുപോലെ നല്ലതിനെയും ചീത്തയെയും തിരിച്ചറിയാനും കഴിയും. നമ്പർ 6, ഗോഡസ് കാളി. ഭദ്രകാളിയുടെ വാഹനം കുറുക്കനാണ്. ചില പുരാണങ്ങളിൽ ദേവിയുടെ വാഹനം കഴുത അല്ലെങ്കിൽ വേതാളം എന്ന് പറയാറുണ്ട്. കാളിയുടെ വാഹനമായ കുറുക്കൻ ദേവിയുടെ രൗദ്രഭാവത്തെയും ശ്മശാനങ്ങളിലെ സാന്നിധ്യത്തെയും കാണിക്കുന്നു. നമ്പർ 5, ലോർഡ് ഹനുമാൻ. ഇദ്ദേഹത്തിന്റെ വാഹനം ഒട്ടകം എന്നാണ് പുരാണങ്ങളിൽ പറയുന്നത്. എങ്കിലും വായുപുത്രനായ ഹനുമാന് സ്വന്തം ശരീരത്തിൽ ആകാശത്തിലൂടെ പറക്കാൻ കഴിയുമെന്നതിനാൽ അദ്ദേഹത്തിന് കൃത്യമായൊരു വാഹനം ഇല്ലെന്നും വിശ്വാസങ്ങളുണ്ട്. നമ്പർ 4, ലോർഡ് വിഷ്ണു. എല്ലാ പക്ഷികളുടെയും രാജാവായ കഴുകനാണ് മഹാവിഷ്ണുവിന്റെ വാഹനമായി അറിയപ്പെടുന്നത്. പകുതി മനുഷ്യനും പകുതി കഴുകനും പോലെയുള്ള രൂപമാണ് ഗരുഡനുള്ളത്. കൂടാതെ ഗരുഡന് പക്ഷിരാജാവ് എന്നൊരു വിളിപ്പേരുമുണ്ട്. നമ്പർ 3, ലോർഡ് സൂര്യ. സൂര്യദേവന്റെ വാഹനം 7 കുതിരകളെ വലിക്കുന്ന തേരാണ്. ഈ 7 കുതിരകളും ആഴ്ചയിലെ 7 ദിവസങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. അരുണൻ എന്ന സാരഥിയാണ് ഈ തേര് നിയന്ത്രിക്കുന്നത്. മഹാവിഷ്ണുവിന്റെ അംശാവതാരങ്ങളിൽ ഒന്നുമാണ് സൂര്യഭഗവാൻ. നമ്പർ 2, ലോർഡ് ശിവ. ശിവന്റെ വാഹനം നന്ദി എന്ന കാളയാണ്. ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് നന്ദി ഭക്തിയുടെയും സത്യത്തിന്റെയും പ്രതീകമാണ്. കൈലാസത്തിന്റെ കാവൽക്കാരൻ കൂടിയാണ് അദ്ദേഹം. മിക്ക ശിവക്ഷേത്രങ്ങളിലും പ്രധാന ശ്രീകോവിലിന് നേരെ അഭിമുഖമായി നന്ദിയുടെ രൂപം നമുക്ക് കാണാൻ സാധിക്കും. നമ്പർ 1, ലോർഡ് കൃഷ്ണ. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ വാഹനം ഗരുഡനാണ്. ദാരുകൻ എന്ന വ്യക്തിയാണ് കൃഷ്ണന്റെ തേരോടിച്ചിരുന്നത്. വിഷ്ണുവിന്റെയും കൃഷ്ണന്റെയും പ്രധാന വാഹനമായ ഇത് പരുന്തിന്റെ രൂപത്തിലുള്ള ഒരു ദിവ്യ പക്ഷിയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.